ഇറാനെതിരെ വ്യോമാക്രമണത്തിന് ഇസ്രായേൽ കളമൊരുക്കുന്നതായി നിർണായക വെളിപ്പെടുത്തൽ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അടുത്ത ബന്ധമുള്ള റിസർവ് മേജർ ജനറൽ ഉസി ദയാനാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. നിലവിലെ സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇസ്രായേൽ പോരാടുന്നതെന്നും ഇറാൻ ഭീഷണിയെ ചെറുക്കാൻ അമേരിക്കയെ മാത്രം പൂർണ്ണമായി ആശ്രയിച്ച് ഇരിക്കാനാകില്ലെന്നും ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ അദ്ദേഹം തുറന്നടിച്ചു. ഇറാൻ ഉയർത്തുന്ന സൈനിക ആണവ ഭീഷണികൾക്കെതിരെ സ്വന്തം നിലയിൽ ആക്രമിച്ച് തിരിച്ചടിക്കാൻ ഇസ്രായേലിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഉസി ദയാൻ ചൂണ്ടിക്കാണിച്ചു. ഇസ്രായേൽ സൈന്യത്തിൽ മുൻപ് ഉന്നത സുരക്ഷാ സൈനിക പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഉസി ദയാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ മുന്നറിയിപ്പ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര സൈനിക വൃത്തങ്ങളിലും വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ടെഹ്റാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി വേഗത്തിൽ മുന്നോട്ടു പോകുന്നതും മേഖലയിൽ ഉയർത്തുന്ന തന്ത്രപരമായ സുരക്ഷാ വെല്ലുവിളികളും ഇസ്രായേൽ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ കൊണ്ടോ മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടോ ഇറാന്റെ സൈനിക നീക്കങ്ങളെ തടയാൻ കഴിയില്ലെന്ന വിലയിരുത്തൽ ഇസ്രായേൽ സൈനിക നേതൃത്വത്തിൽ ശക്തമാണ്. ഇറാൻ വിഷയത്തിൽ US സ്വീകരിക്കുന്ന നടപടികൾ പര്യാപ്തമല്ലെന്ന് കണ്ടാൽ അമേരിക്കയെ പോലും കാത്തുനിൽക്കാതെ ഇസ്രായേൽ സ്വന്തം നിലയിൽ അടിയന്തര സൈനിക നടപടിക്ക് മുതിരുമെന്നാണ് സൂചന. അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു ഏകപക്ഷീയമായ സൈനിക ആക്രമണമുണ്ടായാൽ അത് മിഡിൽ ഈസ്റ്റിൽ നിയന്ത്രണാതീതമായ പ്രളയം പോലെ വലിയൊരു പ്രാദേശിക യുദ്ധത്തിന് വഴിവെക്കുമെന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. സഖ്യകക്ഷികളുമായി ചർച്ചകൾ തുടരുമ്പോഴും സ്വന്തം രാജ്യത്തിന് സുരക്ഷയ്ക്ക് തന്നെയാണ് മുൻഗണനയെന്ന കടുത്ത നിലപാടിലാണ് നെതന്യാഹുവും ഇസ്രായേൽ പ്രതിരോധ സേനയും. ദക്ഷിണ കൊറിയയുമായി ചേർന്ന് നടത്തിവരുന്ന സംയുക്ത സൈനിക അഭ്യാസങ്ങളുടെ വ്യാപ്തി വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായുള്ള മികച്ച വ്യക്തിബന്ധം ചൂണ്ടിക്കാണിച്ചാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അതേസമയം ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക പരിശീലനങ്ങൾ താൽക്കാലികമായി ചുരുക്കുമെന്നാണ് സൂചന. ഇറാനെ ആണവമുക്തമാക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങളിൽ സഹകരിക്കാൻ ദക്ഷിണ കൊറിയ വിസമ്മതിച്ചതാണ് ട്രംപിന്റെ ഈ പെട്ടെന്നുള്ള തീരുമാനത്തിന് പിന്നിലെന്ന സൂചനയുണ്ട്. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് തന്റെ അതൃപ്തി പരസ്യമാക്കിയത്. ദക്ഷിണ കൊറിയയുടെ നിലപാടിൽ അമേരിക്കയ്ക്കുള്ള അമർഷം വ്യക്തമാക്കുന്നതാണ് ട്രംപിന്റെ കുറിപ്പ്. സൈനികാഭ്യാസങ്ങൾ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നുണ്ടെന്നും ഇതിന്റെ ഭൂരിഭാഗവും പതിവ് പോലെ അമേരിക്ക തന്നെയാണ് വഹിക്കുന്നതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം സൈനിക നീക്കങ്ങൾ തികച്ചും അനുചിതവും ശത്രുതാപരമായ സന്ദേശം നൽകുന്നതുമാണെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു.